ഇനി നമ്മൾ കോഴിക്കോടിലേക്ക് പോകുന്നു. കോഴിക്കോട് റിയാസ് KMR ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. റിയാസ്, നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പോളിംഗ് തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ശേഷവും രേഖപ്പെടുത്തിയത്. 60% കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അവസാന മണിക്കൂറിൽ എത്തുമ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു വിജയപ്രതീക്ഷ? ശ്രുതി, എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാവിലെ കനത്ത പോളിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് അതിലൊരു മന്ദഗതി വന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാനായി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് ഇപ്പോൾ 60.08% വോട്ടിംഗ് ലോക്സഭാ മണ്ഡലത്തിലാകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നിയോജക മണ്ഡലം തല അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ബാലുശ്ശേരിയിൽ 60.21%, എലത്തൂരിൽ 59.71%, കോഴിക്കോട് നോർത്ത് 58.85, കോഴിക്കോട് സൗത്ത് 59.24, ബേപ്പൂരിൽ 60.35, കുന്നമംഗലത്ത് 60.53, കൊടുവള്ളിയിൽ 61.65. അതായത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ആകെയുള്ള ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊടുവള്ളിയിലാണ്, 61.65%. ഇനി വടകരയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തമായ പോരാട്ടം ഇത്തവണ നടന്നത് വടകരയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ആയിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ പ്രചരണം നടന്നത് വടകരയാണ്. ആ വടകരയിൽ ഇപ്പോൾ 59.95% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് 60% മുകളിൽ 3 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. വടകര, തലശ്ശേരി, കൂത്തുപറമ്പുണ്ട്. തലശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ 61.87%, വടകരയിൽ 61.52%, കൂത്തുപറമ്പിൽ 61.65%, പേരാമ്പ്രയിൽ 60.08%, ഒപ്പം കൊയിലാണ്ടിയിൽ 59.66%, നാദാപുരത്ത് 57.69% ഉള്ളത്. ഇനി മലപ്പുറത്തെ കണക്കുകളിൽ പുതിയ അപ്ഡേഷൻ വരുന്നു എന്നുള്ളത് തന്നെയാണ്. മലപ്പുറത്ത് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ കണക്ക് 5/15 കണക്ക് 63.98. മലപ്പുറത്ത് പോളിംഗ് ശതമാനം കൂടുകയാണ്. ആകെ വോട്ടർമാരുള്ളത് 14,79,921 വോട്ടർമാരിൽ 9,46,980 വോട്ടർമാർ ഇതുവരെയായി 5:15 വരെയായി 5:15 വരെയായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. 63.98%. അങ്ങനെയാണ് കണക്കുള്ളത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ കോഴിക്കോട് ഇവിടെ ഒരു പ്രായമായ ഒരു വോട്ടർ വരുന്നുണ്ട്. എന്താ പേരെന്താ? ഫാത്തിമ. എത്ര വയസ്സായി? 73 അല്ലേ? ഇങ്ങനെ ഈ വോട്ട് ചെയ്യണം അല്ലേ, ഈ ഒരു പ്രായത്തിലും പോളിംഗ് ബൂത്തിൽ തന്നെ വന്ന് വോട്ട് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആവേശമാണ്. ഓ, ആവേശമുണ്ട്. അതുകൊണ്ടാണ് വന്നത്. സുഖമില്ലാതെ എടുക്കരുത്, എന്നാലും പോരണോന്നുള്ളതിൽ വണ്ടി വിളിച്ച് ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നതാണ്. വോട്ട് ചെയ്യണം എന്ന് ഓർത്തപ്പോൾ അസുഖമൊന്നും ഒരു കാര്യമില്ല. ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണുള്ളത്. ഇത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പല്ലേ? രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് നമ്മൾ പണ്ടൊക്കെ ഞാൻ മെനക്കെട്ട് ഇങ്ങനെ എല്ലാവരും പിടിക്കാനൊക്കെ ഇപ്പം പിന്നെ ഒന്നിനും ആവില്ലല്ലോ. എന്നാലും പറയും എല്ലാവരും പോയി ചെയ്യണമെന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് പണ്ട് ഒരുപാട് പേരെ ഇങ്ങനെ വോട്ടിങ്ങിന് കൊണ്ടുവരുന്നു. ബി ഫാത്തിമയല്ലേ പറഞ്ഞേ? അല്ലേ? എല്ലാവരും പറഞ്ഞു കയറ്റി മക്കളോടൊക്കെ പറഞ്ഞു. ഞാൻ വയനാട്ടിൽ മക്കളോടൊക്കെ പറഞ്ഞിരിക്കണേ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മക്കളൊക്കെ വയനാട്ടിലാണോ? വയനാട്ടിലുണ്ട്. 3 ആളെ വയനാട്ടിലുണ്ട്. നമ്മൾ ഇവിടെയാണ് നിൽക്കണം. ഇനി മോന് റെഡിറ്റർ പണി ആയിട്ട് മൂത്തോനക്ക് അങ്ങനെ പോയതാ. ഇപ്പോൾ പണിയെടുക്കണില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ മക്കള് അഞ്ചന്മാരൊക്കെ ഒരു 5 എടുക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? പിന്നെ നമ്മൾ ജയിക്കും. ജനങ്ങൾ ജയിക്കുന്നതാണോ? വോട്ട് ചെയ്തല്ലേ? ഒന്ന് ആ വോട്ട് ചെയ്ത ഒന്ന് മഷി ഒന്ന് കാണിക്കാവോ? അതെ, ഈ വരലില്ല, ഈ മഷി നമുക്ക് കാണാം. ശ്രുതി, 73 വയസ്സല്ലേ പറഞ്ഞേ? അതെ, 73 വയസ്സിൽ ഈ ഒരു പ്രായത്തിൽ ബി ഫാത്തിമ എന്ന് പറയുന്ന ഈ ഉമ്മ, അവർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ചെറുപ്പത്തിൽ എല്ലാവരെയും പിന്നെ കൊണ്ടുവരായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അത് എങ്ങനെയായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ്? നമ്മളെല്ലാം കൂടി കയറ്റി പോരും, എല്ലാവരും വിളിച്ച് കയറ്റി ഒരുമിച്ച് ബാക്കിയുള്ള അഞ്ചത്തി കുടുംബക്കാർ അങ്ങനെയൊക്കെ അതിനൊക്കെ നല്ല ആവേശത്തിൽ
ആ ഇന്നിപ്പോൾ സുഖമില്ല എന്നാലും എല്ലാവരോട് പറയും മക്കളൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ല ഇന്നിപ്പോ ആ ഒരു ആവേശം ഉണ്ടോ? ഓ ഇന്നിപ്പോൾ ആവേശം ഉണ്ടായിട്ടല്ലേ വന്നത്. അല്ല അങ്ങനെയല്ല, അന്നത്തെ തെരഞ്ഞെടുപ്പ് ആവേശം പൊതുവിലുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ശ്രുതി അത് തന്നെയാണ്. ബി ഫാത്തിമ ആ ഉമ്മ പറയുന്നതും അങ്ങനെയാണ്. കാരണം തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അവർ വോട്ട് ചെയ്ത് വളരെ അഭിമാനത്തോടു കൂടി അവർ പറയുന്നു വോട്ട് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്, അതൊരു ആവേശമാണ്. രണ്ടും പറയുന്നുണ്ട്, ഒരു ആവശ്യമാണ്, ഒരു ആവേശമാണ്. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ജയിക്കും, നമ്മളെന്ന് ആരെയെന്ന് അവർ പറഞ്ഞില്ല, നമ്മൾ ജയിക്കും, വോട്ടർമാർ ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന. ശ്രുതി എന്തായാലും മലപ്പുറത്തെ കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. അതിനിടയിൽ ഇതാ അപ്പോൾ 5-16 പൊന്നാനിയിലെ കണക്കുകൾ വരുന്നു. 60.08 പൊന്നാനി മണ്ഡലത്തിൽ 60.08. മലപ്പുറത്ത് നേരത്തെ പറഞ്ഞ 63.98% വോട്ടിൻ്റെ നിയോജക മണ്ഡലം തല കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൊണ്ടോട്ടിയിൽ 63.34, മഞ്ചേരിയിൽ 64.75, പെരിന്തൽമണ്ണയിൽ 63.26, മങ്കടയിൽ 63.11, മലപ്പുറത്ത് 66.17, വേങ്ങരയിൽ 62.05, വള്ളിക്കുന്നിൽ 62.92. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 63.98% ഏറ്റവും കൂടുതൽ പോൾ ചെയ്തിരിക്കുന്ന നിയമസഭാ മണ്ഡലവും മലപ്പുറം തന്നെയാണ് എന്നുള്ളതാണ്. 66.17 എന്നുള്ളത്. ഇനി പൊന്നാനിയിലേക്ക് വരുമ്പോൾ 60.08% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിയമസഭാ മണ്ഡലം തല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തിരൂരങ്ങാടിയിൽ 61.68, താനൂരിൽ 60.32, തിരൂരിൽ 60.02, കോട്ടക്കലിൽ 60.98, തവനൂരിൽ 59.69, പൊന്നാനിയിൽ 56.84, തൃത്താലയിൽ 60.76 എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പൊന്നാനിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമസഭാ മണ്ഡലം തിരൂരങ്ങാടിയാണ്, 61.68 എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ വയനാടിൻ്റെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, വയനാട്ടിൽ ഉള്ള വോട്ട് ശതമാനം എന്ന് പറയുന്നത് 61.16 വയനാട്ടിൽ നിന്നുള്ള വോട്ട് ശതമാനമായി ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശ്രുതി എന്തായാലും പോളിംഗ് ആളുകൾ കൂടുതലായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അവസാന മണിക്കൂറുകളിൽ വോട്ട് ചെയ്യാനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴൊരു കൊച്ചു കുട്ടിയൊക്കെ ആയിട്ട് വോട്ട് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു വോട്ട്? ഒരു കൊച്ചു കുട്ടിയൊക്കെ ആയിട്ട് ആളുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ആവേശം ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രുതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് 64.73% എത്തിയിരിക്കുന്നു പോളിംഗ് ശതമാനം. അവസാന മണിക്കൂറിൽ എത്തിയിരിക്കുമ്പോൾ